സുരേഷേ, അതാ ആ നിൽക്കുന്ന BA എക്കണോമിക്സിന് പഠിക്കുന്ന ശാരിയില്ലേ, അവളെയാണ് ഞാൻ വളയ്ക്കാൻ നോക്കുന്നത്. അവളുടെ കൂടെ നിൽക്കുന്ന മേരി ഇല്ലേ, അവൾ കണക്കാ. നിനക്കറിയില്ലേ എനിക്ക് കണക്ക് ഇഷ്ടമല്ലെന്ന്. അവിടെ വേറൊരു ടീമും കൂടെ ഉണ്ടല്ലോ, ആരോ എന്തോ. അതുമല്ല, നമുക്കറിയാത്തൊരുത്തൻ 2 ദിവസമായി ഇവിടെ കിടന്നു ചുറ്റുന്നുണ്ട്. എടാ പൊട്ടന്മാരെ, നീയൊക്കെ അവളെ വളയ്ക്കാൻ നോക്കുന്ന സമയത്ത് ഞാൻ അവളെ ഒടിക്കും, ഞാൻ അവളെ വീഴ്ത്തും. എൻ്റെ കയ്യിൽ അതിന് വേറൊരു ട്രിക്കുണ്ട്, കണ്ടോ? ശാരി മേരി രാജേശ്വരി, നേര് പറഞ്ഞാൽ പിണങ്ങല്ലേ, കൂലിക്കാളിനെ വിട്ടെന്നെ തല്ലല്ലേ, കൊല്ലല്ലേ. ശാരി മേരി രാജേശ്വരി. ശാരി മേരി രാജേശ്വരി, ഹേ ശാരി മേരി രാജേശ്വരി, നേര് പറഞ്ഞാൽ പിണങ്ങല്ലേ, കൂലിക്കാളിനെ വിട്ടെന്നെ തല്ലല്ലേ, കൊല്ലല്ലേ. ശാരി മേരി രാജേശ്വരി, ഹേ ശാരി മേരി രാജേശ്വരി. 5 വയസ്സുള്ള പ്രായം വരെ നിങ്ങൾ വെൺപനീർ പൂവുകളായിരുന്നു. 5 വയസ്സുള്ള പ്രായം വരെ നിങ്ങൾ വെൺപനീർ പൂവുകളായിരുന്നു. 15 കഴിഞ്ഞപ്പോൾ നെഞ്ചിനകത്തേതോ പഞ്ചവാദ്യമേളമായിരുന്നു. 15 കഴിഞ്ഞപ്പോൾ നെഞ്ചിനകത്തേതോ പഞ്ചവാദ്യമേളമായിരുന്നു. 18 കഴിഞ്ഞപ്പോൾ 1000 പ്രേമത്തിൻ പുഷ്പങ്ങൾ തട്ടിയെറിഞ്ഞു നിങ്ങൾ. പാവം വിഡ്ഢികൾ കാമുകന്മാർ കെട്ടിത്തൂങ്ങി മരിച്ചപ്പോൾ അട്ടഹസിച്ചു ചിരിച്ചു നിങ്ങൾ. ശാരി മേരി രാജേശ്വരി, ശാരി മേരി രാജേശ്വരി, ഹേ ശാരി മേരി രാജേശ്വരി. പക്കല നിലപടി ഈ പക്കല നീലപടി ഈ പക്കല ഗരി സരി സനി സനി ധനി ദദ പമ പദനി മപദ സനി ഗമ പദനി സ ഗരി സ ഗരി സനി ദ പമ പദനി സനി ദ പമ ഗരി ഗമ പദ പക്കല. പക്കാല പാടിയ നിങ്ങളുടെ ചുണ്ടത്ത് പൊട്ടി വിരിഞ്ഞത് ഏക് ദോ തീൻ 4 5 7 8 9 10 11 12 13. 1 2 3 4 5 7 8 9 10 11 12 13. तेरा करो दिन गिन गिन के इंतजार, आजा सनमाई बहार. കോപ്പിയടിച്ചും കൈക്കൂലി കൊടുത്തും PDC BSc MSc ആയി. കോപ്പിയടിച്ചും കൈക്കൂലി കൊടുത്തും PDC BSc MSc ABCD പറയാൻ അറിയാത്ത നിങ്ങളുടെ വാ തുറന്നാൽ ഇംഗ്ലീഷ് പാട്ടു മാത്രം. Love you, can you see that I believe you? Oh please give me another little chance.
हरे शारी हरे मेरी हरे राजेश्वरी हरे शारी हरे मेरी हरे राजेश्वरी सारी मेरी राजेश्वरी हे सारी मेरी राजेश्वरी നീര് പറഞ്ഞ പിണങ്ങലേ കൂലിക്കാളിനെ വിട്ടനെ തല്ലല്ലേ കൊല്ലല്ലേ സാരി മേരി രാജേശ്വരി സാരി മേരി രാജേശ്വരി സാരി മേരി രാജേശ്വരി സാരി മേരി രാജേശ്വരി അഭിനവ് ആൻഡ് ഫാമിലി വാട്ട് എ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ലൈക് ഫുൾ ഓൺ എന്റർടൈൻമെന്റ് അല്ലേ പിന്നെ? എന്തുവായിരുന്നു വന്നായിരുന്നു, ഭയങ്കര പേടിച്ചാട്ടോ സ്റ്റേജിൽ കയറിയ കഴിഞ്ഞപ്പോ എന്നോട് പറയാ ക്യാരക്ടറിന് വിടാൻ പറ്റുന്നില്ല കുണുങ്ങിയെ നടക്കാൻ പറ്റുന്നുള്ളൂ എന്ന് അത് രണ്ട് അടി കൊള്ളുമ്പോ ശരി ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങിയോ പറ മൈക്കില് ഈ ക്യാരക്ടർ എന്നൊക്കെ ഇറങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആക്ട് ചെയ്തപ്പോ ഭയങ്കര ആദ്യം വന്നപ്പോഴൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് ഞങ്ങളെ ഈ ഡാൻസ് പഠിപ്പിച്ച് ഇവിടെ ചെയ്യാൻ പ്രാപ്തരാക്കിയ ഷാഹുലിനും ഇന്ദുവിനുമാണ്. വെരി ഗുഡ് മക്കളെ മോനെ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തോ അവിടെ തന്നെ തുടങ്ങിക്കോ. ഇതെന്റെ കസിൻ സിസ്റ്റേഴ്സാ അനു ചേച്ചി ലക്ഷ്മി ചേച്ചി ഇതെന്റെ അച്ഛൻ ജയൻ ഗുണ്ട ജയൻ. ഓക്കേ ഇത് അമ്മ അശ്വതി പിന്നെ ഇത് കൊച്ചിച്ചൻ ഹരികൃഷ്ണൻ ഇത് എന്റെ മാമൻ വിഷ്ണു എന്നാ പേര്. അത് കലക്കിയ കൊച്ചച്ഛനും മാമനും കൂടെ അസാധ്യം മാമ സൈക്കിളിൽ കേറാൻ പറ്റാഞ്ഞതാണോ അത് അങ്ങനെയായിരുന്നു? പാന്റ് കുറച്ച് ഇറങ്ങിപ്പോയി പാന്റ് അവന്റെ കാലാക്കും മേപ്പോട്ട് പോക്കാൻ പറ്റത്തില്ല ടെക്നിക്കലി പക്ഷെ അവരത് ഇന്റലിജന്റ് ആയിട്ട് മാനേജ് കൈകാര്യം ചെയ്തു. അടിപൊളി സൂപ്പർ. കാര്യം ചെയ്ത് അടിപൊളി കൂടെ വെച്ച് തള്ളുന്നു ഓക്കെ നൈസ് അവരിവിടെ ചവിട്ടിക്കൊണ്ട് നടന്ന ഞാൻ കണ്ട് റിഹേഴ്സൽ സമയത്ത് അവിടെ ചെന്നപ്പോ പാന്റ് അടക്കമുടക്കായിട്ടിരിക്കുക ഒന്നും കാലും പൊങ്ങുന്നില്ല. ഓക്കെ എന്തെങ്കിലും ഇത് നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കേട്ടോ. ഇത് അച്ഛനാന്ന് അവർക്ക് ഒരു പിടിയില്ല. ഇത് ആരാ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് അച്ഛൻ അടിപൊളിയായിരുന്നു. പിന്നെ കത്തിയൊക്കെ വീശി കത്തി dance കാണിച്ച് കളിക്കാൻ. പ്രേമിക്കടി അച്ഛാ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനൊരു. അല്ല അച്ഛൻ്റെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കും. ഇങ്ങനെയൊക്കെ നടക്കാൻ ഇഷ്ടമാണോ വെളിയിലൊക്കെ കത്തിയൊക്കെ ആയിട്ട് ആരുടെ വഴി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇഷ്ടമാണോ? അത് ഇല്ല സാർ. എന്നാ ഞാൻ പേടിച്ചിരുന്നതാ ഇങ്ങോട്ട് വരുമെന്ന്. അച്ഛൻ ഇങ്ങനെ കത്തി കാണിച്ചാണ് അമ്മേനെ വിളിച്ചേ. ഇല്ല ഇല്ല അപ്പൊ കണ്ടപ്പോ തന്നെ അച്ഛൻ കത്തിയാണെന്ന് മനസ്സിലായി അമ്മയ്ക്ക്. അച്ഛൻ എങ്ങനെയാ അമ്മേ പാവമാണോ? അച്ഛൻ പുറത്ത് പാവമാണ്, വീട്ടിലത്ര അല്ല. അത്ര പാവല്ല അല്ലേ? ആണോ അബി? നിനക്ക് വച്ചണ്ടാ യൂട്യൂബ് ബ്രൂട്ടസി. ഇടുക്കിയൊക്കെ ചെയ്യാൻ മോനെ ദേഷ്യം വന്നാ അടിക്കും. നീ വല്ല കുർത്താക്കേട് കാണിച്ചിട്ടായിരിക്കും. ആദ്യം പിന്നെ അത് മക്കളെ അത് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യമല്ലേ, അതിൽ കുറ്റം പറയരുത്. ഇല്ല, അച്ഛന്റെ ഉള്ളിലൊരു ഗുണ്ട ഉണ്ടെന്ന് ഇപ്പഴാ മനസ്സിലായത്. ഇവിടെ അത് ഭാഗ്യമായി ഇവിടെ വന്നത് ചെയ്യിപ്പിച്ചത്. ആണല്ലേ? ഇനി അച്ഛൻ തീർന്ന് വീട്ടിൽ ചെല്ലേണ്ട താമസം. ഓക്കെ എനിവേസ് അടിപൊളിയായിരുന്നു. മാമൻ മാമ അല്ല എന്റെ കൊച്ചിച്ചൻ പാടും ചെറുതായി. കൊച്ചച്ഛൻ പാടും. ഡോക്ടറാണ്. ആഹാ ഡോക്ടർ ഏത് ഡോക്ടറാണ്? എവിടെ? ഞാന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു സർജറിയില്. സൂപ്പർ സൂപ്പർ സൂപ്പർ. നൈസ്. അപ്പൊ കൊച്ചച്ഛന്റെ രണ്ടുപേരി ഉറപ്പായിട്ടും കേൾക്കണം. കൊച്ചച്ച അല്ല പാടി എന്തെങ്കിലും ഞങ്ങൾക്ക് കേട്ട് പറ്റിയാൽ അദ്ദേഹം തന്നെ ചികിത്സിച്ചോളൂ. പാടിക്കോ ഡോക്ടറെ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം
സായാഹ്ന സാനുവിൻ വിലോലമേഘമാ. ഓ സൂപ്പർ. ഗുഡ് 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 ഗുഡ്. നല്ല സോങ് സെലക്ഷൻ. അതെ അതെ. ഡോക്ടർ ഒന്ന് പരിശ്രമിച്ചാൽ വൃത്തിയായിട്ട് പാടാൻ പറ്റും. നല്ല ടോണാണ് ഡോക്ടറിന്. എനിക്ക് പെട്ടെന്ന് നമ്മുടെ പുഷ്പഗിരി ഹോസ്പിറ്റലിലെ മനോജിനെ ഓർമ്മ വന്നു. അദ്ദേഹം സർജനാണ്, അദ്ദേഹം പാടും. ഒരു കണക്ട് തോന്നി. കുറേ സന്തോഷം കേട്ടോ കണ്ടതിൽ. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ തെരുവിലൊക്കെ നടക്കുമായിരിക്കും ഈ വേഷത്തിൽ. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഡോക്ടറാണെന്ന്. അത് കുറേ സന്തോഷം, കുറേ സന്തോഷം. നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിലും കുറേ സന്തോഷം. മക്കളെ ചക്കരെ, നീ നന്നായിട്ട് പാടിയതാ. താങ്ക് യു സർ. എനിക്ക് കുറേ ഇഷ്ടമായി. ഇത് ആരെയും സെലക്ട് ചെയ്ത ഈ പാട്ട്? അമ്മയും ഞാനും അച്ഛനും കൂടെ. ആ നൈസ്. ഒരു സമയത്ത് ഒരു ഭീകര, ഇപ്പോഴും പാടിയ ജനങ്ങൾ അതുപോലെ ഏറ്റെടുക്കുന്ന ഒരു പാട്ടാണ്. മോൻ ഇത് കണ്ടിട്ടുണ്ടോ? എൻ്റെ സീനൊക്കെ കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്. ആ നല്ല രസമാണ്. മൊത്തത്തിൽ നല്ല, നിങ്ങളെല്ലാവരും കൂടെ കലക്കി. എല്ലാവരും ഈ എന്താ പറയണ്ട, ഈ സിസ്റ്റേഴ്സ്. മോൻ്റെ ഇതാരാണ്? സിസ്റ്റർ. രണ്ടുപേരും കൊള്ളാം. അപ്പോൾ എല്ലാവരും കൂടെ മൊത്തത്തിൽ ഡോക്ടർ അടക്കം. ഡോക്ടറാണ് പക്ഷേ കത്തി ജ്വലിച്ചത്, അത് പറയാതിരിക്കാൻ വയ്യ. അച്ഛനെ ഒരു നിവൃത്തിയില്ലായിരുന്നു. ഞാൻ കിട്ടിച്ചേനെ അച്ഛനെ കുറച്ചും കൂടെ അവിടെ ഒന്ന് കത്തി കാണിച്ചിരുന്നു. അച്ഛൻ ഇങ്ങനെ പണ്ടേ പൂ കൊടുക്കാൻ പോയിട്ടുണ്ടോ ആർക്കെങ്കിലും? അല്ല സത്യം പറഞ്ഞു, ഇതൊക്കെ സത്യം പറയാൻ ഇപ്പൊ ഒരു അവസരമാണ്. ഇനിയിപ്പോ പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കത്തുമില്ല. ഇല്ല ഞാൻ പൂ കൊടുത്തത് ഇവക്ക് മാത്രമേ ഉള്ളൂ. ആണോ? പിന്നെ ആരും കാണാതെ കൊടുത്തത്. ആണോ അമ്മേ? ആണോ അമ്മേ? അങ്ങനെ ഒരു അബദ്ധം, വാങ്ങിയൊരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി. ദൈവമേ. അപ്പൊ ഇദ്ദേഹം പൂവും കൊണ്ട് വന്നാൽ ഇനി ആരും വാങ്ങിക്കല്ലേ, ഇതൊരു താക്കീതായിട്ട് എടുക്കുക. അപ്പൊ എന്താ മക്കളെ, എന്തൊക്കെയാലും നന്നായിരുന്നടാ. ഒരു ഹിന്ദിയിൽ എന്തോ എനിക്കൊരു എന്തോ ഒരെണ്ണം തോന്നി. അതിന് ഞാനിവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഷാൻ പറയും. ഇനി ഇപ്പുറത്ത് വേറെ ചില സ്പെഷ്യൽ കാര്യങ്ങൾ പറയാൻ ഉണ്ണികൃഷ്ണനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഫാമിലി കണ്ടതിൽ താങ്ക് യു. താങ്ക് യു സാർ. ഉണ്ണി സാർ. ആദ്യം ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ. ഓ താങ്ക് യു സർ. സ്റ്റാൻഡിങ് ഒവേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇരുന്നു. എണീക്കാൻ പറ്റില്ല, സോഫ ഭയങ്കര കംഫർട്ടബിൾ ആയി പോയി. എണീക്കാൻ പറ്റും. ഇനി സിറ്റിംഗ് ഒവേഷൻ മതി. ആദ്യമായിട്ടാ കേൾക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സിറ്റിംഗ് ഒവേഷൻ. ഔട്ട്സ്റ്റാൻഡിങ്. എന്തൊരു പെർഫോമൻസ് ആണ്. ആൻഡ് എന്തൊരു ടാലന്റ് ആണ് ഈ ഫാമിലി. അമേസിങ്. എല്ലാവരും ഒരുമിച്ച്, നോ എക്സെപ്ഷനിൽ അത്രയും ഭംഗിയായിരുന്നു. സോ മച്ച്. എന്തൊരു ടീം വർക്ക് ആൻഡ് സിംഗിങ് ബ്യൂട്ടിഫുള്ളായി പാടിയിട്ടും കൂടെ. സാർ. ബ്യൂട്ടിഫുള്ളായി പാടി. അവൻ്റെ ശബ്ദം അടഞ്ഞിട്ടുണ്ടോ? പക്ഷെ അതൊന്നും അങ്ങനെ അറിഞ്ഞിട്ടേ ഇല്ല. യുവർ വോയിസ് ഇസ് സൂപ്പർബ്. ജസ്റ്റ് വേറൊന്നും പറയാനില്ല. പിന്നെ അത്രയും എൻജോയബിൾ ആയിരുന്നു. ഒരു സിനിമ കാണുന്ന മാതിരിയുണ്ട് ശരിക്കും. ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. താങ്ക് യു ഉണ്ണി സാർ. ഷാനിക്ക. എന്താ പറയാ, ആടി പൊളിയായിരുന്നു. താങ്ക് യു സർ. ഒന്നാമത് നമ്മൾ സ്റ്റേജിലേക്ക് നോക്കുമ്പോ ഭയങ്കര കളറായിരുന്നു. അതെ. ഒരുവിധം എല്ലാ കളറും ഉണ്ട് അവിടെ സ്റ്റേജിൽ. ഇവനിൽ തന്നെ ഉണ്ട്, തന്നെ ഉണ്ട് 4-5. ആദ്യം തന്നെ ഹാറ്റ്സ് ഓഫ്. നിങ്ങൾ ആ സൈക്കിളിന്റെ സംഭവങ്ങളൊക്കെ സ്മാർട്ടായിട്ട് മാനേജ് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഡാൻസ് പോർഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ ഗുണ്ടായിസം. അപ്പോഴേക്കും അച്ഛൻ കത്തിയും കൊണ്ടുവന്നപ്പോഴേക്കും അമ്മ ഫ്ലാറ്റ്. എല്ലാം ഭയങ്കര രസമായിരുന്നു. ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വേരിയേഷൻസ് ഉള്ളൊരു പാട്ട് അല്ലേ. ഇഷ്ടം പോലെ വേരിയേഷൻസ് ഉള്ളൊരു പാട്ട്. പക്കാല വരും, ഏക് ദോ തീൻ വരും, പല പല സംഭവങ്ങൾ. പക്ഷെ നീ നന്നായിട്ട് പാടി കേട്ടോ. നന്നായിട്ട് പാടി. കാരണം ഇതൊരു ആക്ടാണ്. ഇത് ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തെങ്കിലും തെറ്റ് പാടിക്കഴിഞ്ഞാൽ അത് എഴുതാൻ ഇങ്ങോട്ടേക്ക് നോക്കാൻ പേടിയാ. കാരണം അപ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും മിസ്സായി പോകും. എന്തോ ഒരു സംഭവം വന്നിട്ട് ഞാൻ ഇങ്ങനെ താഴോട്ട് നോക്കി, ലിറിക്ക് നോക്കിയതാ. പിന്നെ മേലോട്ട് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ താഴെ കിടക്കുന്നു. അപ്പൊ ഞാൻ ഐ മിസ്ഡ് ഇറ്റ്. പിന്നെ ആ വിചാരിച്ച് ഇതൊന്നും കാണാം, കണ്ടു രസിക്കാം. അടിപൊളിയായിരുന്നു അഭിനയം. നന്നായിട്ട് പാടി കേട്ടോ. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമായി ഈ ഫാമിലി റൗണ്ട്. കൊള്ളാം പരിപാടി കൊള്ളാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. അബി, ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ. ഉണ്ണി സർ എന്നാ പിടിച്ചു. ഓക്കെ. ശരത് സർ, ഇന്നാ പിടിച്ചോ.
ആ, എന്ത് അടിയോ? മാർക്കിതാ. മക്കളെ നിനക്ക് 9 മാർക്ക്. താങ്ക് യു സാർ. സൂപ്പർ, അടിപൊളി. ഓക്കേ, താങ്ക് യു ശരത് സാർ. ഷാനിക 9. താങ്ക് യു സാർ. അബി 18 മാർക്സ്. സൂപ്പർ. താങ്ക് യു ചേച്ചി. താങ്ക് യു ഫാമിലി.